ചൂടി ആഹാ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ കദളിപ്പൊൻ കൂമ്പിലെ തേനുണ്ടോ കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ കദളിപ്പൊൻ കൂമ്പിലെ തേനുണ്ടോ കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ കവിളമ വളർത്തും കുരുവി തരുമോ നിൻ കുടൽ താമരപ്പൂന്തേ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ വയനപ്പൂ ചൂടുന്ന കാടിതോ വാസന്തിപ്പൂ ചൂടുന്ന കാവിതോ വയനപ്പൂ ചൂടുന്ന കാടിതോ വാസന്തിപ്പൂ ചൂടുന്ന കാവിതോ വയലമ്മ വളർത്തും കിളിയേ തരുമോ നിൻ കുടൽ താമരപ്പൂന്തേ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ മിത്തുവിൻ്റെ പെർഫോമൻസ് മിത്തു എങ്ങനെ വാലുവേറ്റ് ചെയ്യുന്നു ഇന്ന്? കുഴപ്പമില്ല കൊള്ളാം ഇഷ്ടപ്പെട്ടോ? ഓക്കെ. മിത്തുവിൻ്റെ പെർഫോമൻസിൽ എനിക്ക് തോന്നിയത് സെലക്ഷൻ ഇസ് എ വെരി നൈസ് സോങ്. പിന്നെ ഓവറോൾ പാട്ടിനോടുള്ളൊരു അപ്രോച്ചും ഒട്ടും ഒരു ജസ്റ്റിസ് ഷുവർലി കാണിച്ചിട്ടുണ്ട് പാട്ടിൽ. പക്ഷേ എനിക്ക് പിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് ചരണം വന്നപ്പം ശരിക്കും പിച്ചിങ് കൈവിട്ട് കുറച്ച് പോയത് മാതിരി തോന്നിയിരുന്നു. ഓവറോൾ ഓക്കെ, കമ്പയർഡ് ടു മിത്തുസ് പ്രീവിയസ് റൗണ്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷോലി സൈൻസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ദി ഗ്രാഫ് ഇസ് ഷോലി ഷോയിങ് പോസിറ്റീവ്. പക്ഷേ ഈ ഒരു പിച്ചിങ് ഇനിയും കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ ഇപ്പം ഓഫ് കോഴ്സ് പെർഫോമൻസിൽ എനിക്ക് ഫീൽ ചെയ്ത മിത്തു പാട്ടിൽ മാത്രമായിരുന്നു ഫോക്കസ്ഡ് എന്ന് എനിക്ക് തോന്നി. അതായത് പെർഫോമൻസ് കുറയ്ക്കണം തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ പെർഫോമൻസ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ നോട്ട് ടു എൻ എക്സ്റ്റെൻറ്റ് ഓഫ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ടു സീറോ. യുവർ ഡ്രസ്സിങ് ഐ തിങ്ക് ഇസ് വെരി മച്ച് സൂട്ടിങ് ഫോർ ദ സോങ്. ഗുഡ്. ബാലു? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ യോജിക്കുന്നു. അതിനോടൊപ്പം തന്നെ ബ്രെത്ത് പ്രോബ്ലം തോന്നിയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും യു ആർ ഇംപ്രൂവിങ്. അക്കാര്യത്തിൽ ഒരു വർക്ക് ചെയ്യേണ്ടെന്ന് കാണാനുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് മാന്യമായിട്ട് പാടി. ഇല്ല വാസ് ഗുഡ്. നന്നായിട്ട് പാടി. അതിനകത്തും പ്രോബ്ലംസ് ഉണ്ട്, പിച്ചിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇംപ്രൂവിങ്. ഇറ്റ്സ് എ ഗുഡ് സൈൻ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ലാലുജി?
എനിക്ക് ഈ പിച്ചിൻ്റെ കാര്യമൊന്നും പറയാറില്ല. പിച്ചും നുള്ളും നന്നായി പാടിയില്ലെങ്കിൽ നല്ല പിച്ച് കിട്ടും എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ മ്യൂസിക് നമ്മളറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമാണ്, എൻ്റെ ട്യൂണൊക്കെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമാണ്. പിച്ചൊക്കെ പോയോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. എനിക്കത് എന്നെ ശ്രദ്ധിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഒരു കാര്യം മാത്രം, എനിക്ക് ചില വാക്കുകൾ മനസ്സിലായില്ല. ഇപ്പോൾ വയണപ്പൂ ചൂടിയ ആ വരി കഴിഞ്ഞിട്ട് പാടിയ വരിയുടെ ആദ്യത്തെ വേർഡ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ പാട്ട് മുഴുവൻ അറിയാം, എനിക്ക് ഫുൾ കാണാതെ അറിയാം, ഞാൻ ഭയങ്കര ഫാനാണ് ആ പാട്ടിൻ്റെ. അപ്പോൾ എനിക്കറിയാം, പക്ഷെ ആ വാക്ക് നിങ്ങൾ പാടിയപ്പോൾ എനിക്ക് ആ വാക്ക് എന്താണെന്ന് കിട്ടിയില്ല. അതൊരു വലിയ ബിഗ് മിസ്റ്റേക്ക് ഒന്നുമല്ല. പാട്ട് മ്യൂസിക്കലി ആളുകൾ എൻജോയ് ചെയ്താൽ മതി. നന്നായി പാടി, നല്ല ശബ്ദമാണ്, നന്നായി പാടി. ദാറ്റ്സ് ഓൾ. ലാൽ സാറ് പറഞ്ഞ പോയിൻ്റ് വളരെ വാലിഡ് പോയിൻ്റാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. ആ ഒരു കേൾക്കാനുള്ള ക്ലാരിറ്റി. പിന്നെ എനിക്ക് തോന്നിയത് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു മിത്തു ഇന്ന്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആകെപ്പാടെ ഒരു ടെൻഷനും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാടി ശരിയാക്കാനുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഇന്ന് വളരെ കോൺഫിഡൻറ്റ് ആൻഡ് പ്ലസൻ്റ് ആയിരുന്നു സ്റ്റേജിൽ. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ദീപക് പറഞ്ഞ പോലെ ഇൻവോൾവ് ആകാമായിരുന്നു, ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത്. ആ ഒരു ശരിക്കും നമ്മൾ പറഞ്ഞില്ല, ആ ഒരു എനർജി നമ്മൾ അങ്ങോട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെയോ അല്ല, നമുക്ക് ആ ഒരു സോങ്ങിലൂടെ നമുക്കുള്ള ആ ഒരു സന്തോഷം, ഒരു എനർജി, അത് ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ ഫീൽ ചെയ്യണം. ഇപ്പോൾ പണ്ട് ഏത് ട്രെയിനിങ് സെഷനിൽ ഒരാൾ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഓർക്കാണ്. അവർക്ക് ഓരോരുത്തർക്കും തോന്നണം, നമ്മളെ മിസ് ചെയ്യണം. പാടിക്കൊണ്ട് തിരിച്ച് പോകുമ്പോൾ, റിമി പറഞ്ഞ വാക്ക് ഞാൻ പെട്ടെന്ന് ഓർക്കാണ്, പാടിക്കൊണ്ട് തിരിച്ച് പോകുമ്പോൾ അവർ ഓഡിയൻസിനെ നമ്മളെ മിസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം നമ്മൾ സ്റ്റേജിൽ. അപ്പോൾ അത് ഇനിയും നന്നായിട്ട് പരിശ്രമിക്കുക. ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും മറക്കരുത്, പ്രത്യേകം മനസ്സിലോർക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.